ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ എംബസി, അതായത് കോൺസുലേറ്റ് റിയാദിൽ വേക്കൻസീസ് ഉണ്ട്. ഓഫീസ് ബോയിൻ്റെ, ക്ലർക്കിൻ്റെ ഒഴിവാണുള്ളത്. അവർക്ക് ഒരു ഓഫീസ് ബോയ്, ഒരു ഓഫീസ് ബോയ്, രണ്ട് ക്ലർക്കിനെയാണ് വേണ്ടത്. ഓഫീസ് ബോയുടെ സാലറി എന്ന് പറയുന്നത് 2400 മുതൽ 5880 റിയാലാണ് ഓഫീസ് ബോയ്ക്ക് കിട്ടുന്ന സാലറി. അതായത് നാട്ടിൽ 1,00,000 മുകളിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓഫീസ് ബോയ്ക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് പാസ്സാവണം. ഇംഗ്ലീഷ് പറഞ്ഞാലും കേട്ടാലൊക്കെ മനസ്സിലാവുന്ന അത്രയേ ഉള്ളൂ ചോദിക്കുന്നത്. ഇംഗ്ലീഷിലൊരു അറിവ് വേണമെന്നേ ചോദിക്കുന്നുള്ളൂ. പിന്നെ ക്ലർക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആൾക്ക് ഡിഗ്രി വേണം, കമ്പ്യൂട്ടർ അറിയുന്ന ആളായിരിക്കണം, ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും സംസാരിക്കാനും ഇംഗ്ലീഷ് നന്നായിട്ട് അറിയണം. അതുപോലെ അറബിക്കും വേണം എന്നുള്ളതാണ്. ഓഫീസ് ബോയ്ക്ക് അറബി അറിഞ്ഞാൽ പ്രിഫറൻസ് ഉണ്ട്, അല്ലാതെ അറബിക്ക് വേണമെന്ന് അത്ര നിർബന്ധമില്ല. പിന്നെ ക്ലർക്കിൻ്റെ സാലറി എന്ന് പറയുന്നത് 4000 മുതൽ 9800 റിയാൽ വരെ, ഏകദേശം നാട്ടിൽ 2 ലക്ഷം രൂപ വരെ സാലറി ഉണ്ട്. നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ കൂടുതൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ പോസ്റ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് നിങ്ങൾ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കും ഇത് രണ്ടും ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തോളൂ. അപ്പോൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പറയുക, അതിലൂടെ പോകാം. നമുക്ക് നെയിം എന്ന് പറയുമ്പോൾ അറിയാലോ, അവിടെ നമ്മുടെ നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, ഫോൺ നമ്പർ ഇൻ സൗദി അറേബ്യയിൽ കിട്ടുന്ന. കാരണം ഇക്കാമുള്ളവർക്കാണ്, നാട്ടിലുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അത് നിങ്ങളെ പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ അറിയാം. അതിൽ ഇവിടെ ഉള്ളവരെയാണ് എടുക്കുന്നത്. പിന്നെ പാസ്പോർട്ട് നമ്പർ, ഇക്കാമ നമ്പർ, ഇക്കാമിൻ്റെ നമ്പർ കൊടുക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളിപ്പോൾ ഒരു മാസ്റ്റർ ഡിഗ്രി ആണെങ്കിൽ അത് മാത്രം കൊടുത്താൽ മതി. പിന്നെ ഓഫീസ് ബോയ്ക്കാണെങ്കിൽ 10th മതിയല്ലോ. അപ്പോൾ നിങ്ങൾ 10th +2 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കും കൊടുക്കാം. പിന്നെ വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഓഫീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി അതില്ലെങ്കിൽ നിങ്ങൾ എന്ത് എന്ന് വെച്ചാൽ NA എന്ന് കൊടുത്താൽ മതി, നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള പോലെ. ഓക്കെ. പിന്നെ കൊടുത്തിരിക്കുന്നത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ബിഗിന്നർ, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് ആൻഡ് നേറ്റീവ്. അതിൽ നമുക്ക് ഇംഗ്ലീഷിലാവുമ്പോൾ നമ്മൾ നേറ്റീവ് എന്തായാലും നമ്മളല്ല. അപ്പോൾ പിന്നെ നിങ്ങളൊരു ഇൻ്റർമീഡിയറ്റ് ഒരു അഡ്വാൻസ്ഡ് ലെവലായിരിക്കുമല്ലോ. ഓഫീസ് ബോയ്ക്കാണെങ്കിൽ ബിഗിന്നർ ലെവൽ മതി. അതുപോലെ അറബിക്കും നമ്മൾ ചിലപ്പോൾ ബിഗിന്നറോ ഇൻ്റർമീഡിയറ്റോ നമ്മുടെ ലെവൽ അനുസരിച്ച് കൊടുക്കാം. പിന്നെ ഹിന്ദി, നമുക്ക് നമ്മുടെ നേറ്റീവ് എന്ന് പറയുമ്പോൾ മലയാളതാണ് അല്ലേ. ഹിന്ദി ആവുമ്പോൾ ഹിന്ദി അത്രയും ഫ്ലുവൻ്റ് ഇതൊക്കെ ആണെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേറ്റീവ് എന്ന് വേണമെങ്കിലും കൊടുക്കാം, നമ്മൾ ഇന്ത്യൻസ് അല്ലേ. പിന്നെ അഡ്രസ്സ് ഇൻ സൗദി അറേബ്യ, അപ്പോൾ സൗദിയിൽ നിങ്ങൾ എവിടെയാണെന്നുള്ള ആ ഒരു അഡ്രസ്സ് കൊടുക്കുക. പിന്നെ ഇന്ത്യയിലെ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ ഒരു CV, അപ്പം ചെറിയൊരു CV പ്രിപ്പയർ ചെയ്തിട്ട്. അപ്പോൾ ക്ലർക്കിനാവുമ്പോൾ നല്ലൊരു CV തന്നെ വേണ്ടിയാവും. ഓഫീസ് ബോയ് എന്ന് പറയുമ്പോൾ ചെറിയൊരു CV മതിയാവും, ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷനും ആ ഒരു ഇൻഫർമേഷൻ കാണിച്ചിട്ട് കേട്ടോ. പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, അതൊരു PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇക്കാമയുടെ കോപ്പി, പിന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ഡിഗ്രി അല്ലെങ്കിൽ +2 എന്നൊക്കെ ആണെങ്കിൽ അത് മാത്രം, +2 പിന്നെ നമ്മൾ മാർക്ക് ലിസ്റ്റ് തന്നെയല്ലേ നമ്മൾ കാണിക്കുന്നത്. ഡിഗ്രിക്കൊക്കെ ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് മാത്രം കാണിച്ചാൽ മതി. പിന്നെ ഡോക്യുമെൻറ്റ് സപ്പോർട്ടിങ് അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡിഗ്രി അല്ലാതെ കമ്പ്യൂട്ടർ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റ് അങ്ങനെ ചെറിയ കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് തോന്നുന്നത് ക്ലർക്കുമാർക്കാവുമ്പോൾ ഒന്നും കൂടെ പ്രിഫറൻസ് കിട്ടാനാണ്. അങ്ങനെ വല്ല കോഴ്സും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ഇവിടെ ഫയൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ വീഡിയോ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. രണ്ടിൻ്റെയും ലിങ്ക്, ഈ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കും മറ്റേ നമ്മുടെ ജോബിൻ്റെ വേക്കൻസിയുടെ ലിങ്ക് രണ്ടും കൊടുക്കാം. ഒന്നുകിൽ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ലിങ്ക് പോയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ആരെങ്കിലും ഗൾഫിൽ ജോലി നോക്കുന്നവർക്ക്, സൗദി ഇൻഫോർമേഷൻ നോക്കുന്നവർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.